നമുക്ക് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സുധിച്ചേട്ടൻ എന്നുള്ളൊരു വ്യക്തി എൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സത്യമായിട്ട് ആ ഒരു വിടവ് ഒരു മനുഷ്യർക്കും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി. പക്ഷെ അത് മരണമെന്ന് പറയുന്നത് നമ്മളങ്ങനെ കരയത്തില്ല, എന്നാലും മരണമെന്ന് പറയുന്നൊരു സത്യമാണ്. ആ സത്യത്തെ ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ കമന്റ് വരും, അവൾ കരയുന്നു, അവൾ ഗ്ലിസറിനിട്ട് പറഞ്ഞോട്ടെ, വിഷയമല്ല. എനിക്കറിയാം എൻ്റെ ലൈഫിൽ എന്തായിരുന്നു സുധിച്ചേട്ടൻ എനിക്കറിയാം. ആ ഒരു വിടവ് ആരെക്കൊണ്ടും നികത്താൻ പറ്റാത്ത ഒന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴുമല്ല ഓരോ നിമിഷത്തിലും എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് മൊമെന്റിലാണ് രേണു സ്വയം കരയുന്നത്? കരയാറുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നുമല്ല, എന്നാലും കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ഉറങ്ങുന്നത്. അപ്പം ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട്. പിന്നെ എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ, തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് മാത്രം ജസ്റ്റ് പൊട്ടിപ്പോകാറുണ്ട്. വേറെ ആരോടും അങ്ങനെ കരയാറില്ല, ആരുടെയും മുന്നിൽ കരയാറില്ല, വീട്ടുകാരുടെ മുന്നിൽ കരയാറില്ല. പക്ഷെ എന്നാൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ, തുറന്നു പറയാനുണ്ടായിരുന്നെങ്കിൽ എന്ന് വിതുമ്പി നിൽക്കുന്ന ഒരു മനസ്സായിട്ടാണോ ശരിക്കും നിൽക്കുന്നത്? എനിക്കറിയില്ല, എന്തോ ഇപ്പൊ ചേട്ടന്റെ കാര്യം ആലോചിച്ച് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു അവസ്ഥ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ വിവാദങ്ങളും ഭയങ്ങളും ഒക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ രേണുസുതി എന്ന് പറയുന്ന ഒരു പാവം, അല്ലെങ്കിൽ ആ ഒരു പാവം പെൺകുട്ടി. ഞാനായിട്ട് പറയുന്നില്ല, എന്നെ അടുത്തറിയാവുന്ന, ഒരു നിമിഷമെങ്കിലും ഒരു നേരമെങ്കിലും എന്നോട് സംസാരിച്ച ഒരാൾക്കറിയാം ഞാൻ ആരാണ് എന്താണ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.